LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുവരെ വെച്ച എല്ലാ അലോട്ട്മെൻറ്റുകളിലും നമ്മൾ ആദ്യം വെച്ച ഓപ്ഷൻസിൻ്റെ ബേസിലാണ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളെല്ലാം വന്നത്. നമുക്ക് പുതുതായി ഏതെങ്കിലും കോളേജുകൾ ആഡ് ചെയ്തെങ്കിൽ അത് മാത്രം ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ വെച്ച എല്ലാ കോളേജുകളും കോഴ്സുകളും നമ്മുടെ പ്രൊഫൈലിൽ നിന്നും റിമൂവ് ആവും. അതുകൊണ്ട് ഇനിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ നമ്മൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മുതൽക്കേ തന്നെ കോളേജുകളും കോഴ്സുകളും ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കോളേജുകളും കോഴ്സുകളും നമ്മൾ ഇനി പുതുതായി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുകയില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ കോളേജിൽ നിന്നും മറക്കാതെ NOC കൂടി വാങ്ങിക്കുക. NOC കൂടി വാങ്ങിച്ചാൽ മാത്രമേ അവർക്ക് ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റിനായി ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ NOC കൂടി അലോട്ട്മെൻറ്റിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യണം. ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ പ്രൊഫൈൽ കയറി ആദ്യം മുതൽക്ക് തന്നെ കോളേജുകളും കോഴ്സുകളും കൊടുത്താൽ മതിയാവും. അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു കുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തതിന് ശേഷം ഹയർ ഓപ്ഷൻ നമ്മൾ ഏതാണോ ആഗ്രഹിക്കുന്നത് ആ കോളേജുകളും കോഴ്സുകളും മാത്രം വയ്ക്കുക. നമുക്ക് ആഗ്രഹമല്ലാത്ത ഏതെങ്കിലും ഒരു കോഴ്സോ കോളേജോ വച്ച് അതിൽ അലോട്ട്മെൻറ്റ് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കോളേജും കോഴ്സും ക്യാൻസൽ ആവുകയും നമുക്ക് ഏത് കോളേജ് കോഴ്സാണോ പുതുതായി കിട്ടിയത് അവിടെ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതായും വരും. അതല്ല എനിക്ക് നേരത്തെ കിട്ടിയ കോളേജ് തന്നെ മതി അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ കോഴ്സ് തന്നെ മതി എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല. അലോട്ട്മെൻറ്റിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഏത് കോളേജും കോഴ്സുമാണോ കിട്ടുന്നത് ആ കോളേജിലും കോഴ്സിലും ഉറപ്പായി അഡ്മിഷൻ എടുത്തേ മതിയാവുള്ളൂ. പ്രത്യേകം പറയാൻ കാരണം, മിക്ക കുട്ടികളും കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇതിനെക്കുറിച്ച് അറിയാതെ വീണ്ടും എല്ലാ കോളേജുകളും കോഴ്സുകളും ഒന്നേന്ന് വയ്ക്കാൻ തുടങ്ങും. പിന്നെ മറ്റൊന്ന്, നമുക്ക് ആൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടി, നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. അല്ലാതെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്തില്ല എന്ന് കരുതി നമ്മൾ ഒരിക്കലും LBS അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താക്കത്തില്ല. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് ഒന്നേന്ന് ഓപ്ഷൻ നൽകി പങ്കെടുക്കാൻ സാധിക്കും. പക്ഷേ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വേക്കൻസികളുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജോ കോഴ്സോ പിന്നെ അങ്ങോട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കിട്ടിയ കോളേജും കോഴ്സും മാക്സിമം നഷ്ടപ്പെടാതെ അഡ്മിഷൻ എടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇന്ന് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട തീയതിയും പ്രസിദ്ധീകരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.